ഗൈസ് ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടാ. കക്കർച്ചി ചൂര ചീര. നമുക്ക് മീൻ കച്ചവടം തുടങ്ങിയാലോ ഷൈബി? ടർബോ ഷൈബിൻ്റെ ഒപ്പം ഉണ്ടെന്ന് ടർബോ. ഇന്ന് നമ്മ 4 മണിക്ക് ശേഷം ഉണ്ടാ ഊബർ ഓടാൻ വേണ്ടി പോണത്. ഇപ്പോൾ സമയം 10:30 മണിയായിട്ടാ. ഇന്ന് എനിക്ക് പാർട്ട് ടൈമായിട്ടൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, ടർബോ മൊബൈൽസിലാണ് ഇന്ന് എൻ്റെ വർക്ക്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് ടൈമായിട്ട് ടർബോ മൊബൈൽസ് എത്ര രൂപ എനിക്ക് ടർബോ പറയണ പൈസ ഉണ്ടാ. ഇന്നപ്പോൾ എനിക്കൊരു 10,000-2,000 രൂപ കിട്ടും. അടിപൊളിയാണ്. ഇന്ന് ടർബോ മൊബൈൽസിലെ കാഴ്ചയും അതുകൂടാതെ നമ്മുടെ ഊബർ ഓട്ടം പതിവ് പോലെ കേട്ടാ. നമ്മുടെ കാറെടുത്ത് പുറത്തേക്ക് ഇട്ടേക്കാട്ടാ. പറയണ സ്ഥലത്ത് പശുവിനെയും പാർക്ക് ചെയ്തിട്ടുണ്ടാ. 4 ടയറും ചെക്ക് ചെയ്യണേ, എയറുണ്ടാന്ന് നോക്കണം ആദ്യം കയറാൻ നേരത്ത്. ഓക്കെ, സെറ്റാണ് മോനെ. പൊളിക്കണ്ടേന്ന് ഒന്നും അറിയാതിരിക്കണണ്ട. അവനാണ് നമ്മുടെ കാറിൻ്റെ മേളിൽ കയറി ഡിസ്കോ ഡാൻസ് കളിക്കണ പൂച്ചപ്പട്ടി. ഗൈസ്, അപ്പോൾ അതേപോലെ നമ്മളെല്ലാം പ്രാർത്ഥിച്ച് വണ്ടിയൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാം സെറ്റാണ്ടാ. അപ്പം ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടാ. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്താണ്ടോട്ടാ. എന്തായാലും ഒരു അടിപൊളി വ്ളോഗായിരിക്കും ഇത്. ടർബോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 10 മണിക്കാതെ തുറക്കണ ടർബോ മൊബൈൽസ്. ഇന്ന് എന്നെ കാത്തിരുന്ന അവനും പോസ്റ്റായി. നല്ല മഴയുള്ള ദിവസം ഉണ്ടാ. കാർ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, ചെളിയാണ് അവിടെ. നമുക്ക് ഇറക്കി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇടാം. ടർബോ മൊബൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടർബോനെ നോക്കിയിരിക്കണ കസ്റ്റമറൊക്കെ ഉണ്ടാ. ഭയങ്കര ഹിറ്റാണ്, വിചാരിക്കണ പോലെയല്ല. വണ്ടി നമ്മ ഇവിടെ ഒരു മരത്തിൻ്റെ അടിയിലെ കൊണ്ട് പാർക്ക് ചെയ്തേക്കണത്. മരം ഒടിഞ്ഞ് വീഴുമോ? ചെളി വെള്ളം കുറച്ച് കിടക്കണ്ട, അത് തെറിച്ച് വണ്ടിയുടെ മേത്തേക്ക് വീഴും. അത് കാണുമ്പോൾ ഒരു ടെൻഷനുണ്ട്. പിന്നെയുള്ള ഓപ്ഷൻ ആ പറമ്പിലിറക്കിയിടണം. പറമ്പിലിറക്കിയിടാം അല്ലേ, അതായിരിക്കും നല്ലത്. നമ്മുടെ വിഷ്ണു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ കൊണ്ട് ഇടണേടാ. ഇവിടെ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടാണ്. പിള്ളേർ 4 മണിക്ക് ശേഷം വരുള്ളൂ. അപ്പോൾ കാറുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കൊണ്ട് ഇടണേടാ. വിഷ്ണു ഭഗവാനെ കാത്തോളണേ. വണ്ടി അവിടെ കിടക്കണേടാ. ഇന്ന് നേരെ ഓപ്പോസിറ്റാണ് കടയുള്ളത്. ടർബോ ഇന്നത്തെ എൻ്റെ പണി ഇവിടെ ഉണ്ടോ? കൈനീട്ടം കിട്ടിയ ഓക്കെ. ഞാനങ്ങനെ കടേൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്താടാ പണി? ക്ലീനിങ് ആണോ? ക്ലീനിങ് ഒക്കെ ചെയ്യണ വീഡിയോ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നീ തന്നെ ക്ലീൻ ചെയ്തോ. ചൊരച്ച് കഴുകടാ. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യണ്ട. ഫോൺ വെള്ളത്തിൽ വീണ്. സർവീസ് വന്നു. വെള്ളത്തിൽ വീണ ഫോൺ എന്താ ചെയ്യേണ്ടതെന്ന് ഷൈബി ഇപ്പൊ കാണിച്ചു തരോടാ. എന്താണ് ചെയ്യേണ്ടത്? അഴിക്കാല്ലേ? അഴിച്ച് പറിച്ചിടാൻ പോണേ. പ്രൊഫഷണലാ. എൻ്റെ അമ്മ ഫോണൊക്കെ കഴിക്കണ സീനാണ് ഞാൻ. ഒരു നഖം വെച്ചിട്ട് പട്ടപ്പട്ടയാന്ന് പറഞ്ഞാൽ കഴിക്കണത്. വെള്ളത്തിൽ വീണ ഫോൺ ഇങ്ങനെ ഇരിക്കട്ടെ. ഉള്ളിൽ മൊത്തം വെള്ളം. അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യണ്ട്. എന്നിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. ഒരു അരമണിക്കൂർ. വെള്ളത്തിൽ വീണ ഫോൺ 1/2 മണിക്കൂർ കൊണ്ട് ശരിയാക്കി കൊടുക്കുന്ന ടർബോനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റക്കായി. 11 മണിയാട്ടാ. നമ്മുടെ വണ്ടി കയറണ പോലെ അല്ല, ഇവൻ അടി വന്നോണ്ട് തന്നെ ഇരിക്കണേ. ഇവൻ ഒടുക്കത്തടിയാണ്. ഇവന് ഹിന്ദി അറിയാട്ടാ, അതുകൊണ്ട് ഇവൻ പിടിച്ചിരിക്കും. നമുക്ക് ഹിന്ദി നഹി മാലും അല്ലേ. ഗൈസ്, അങ്ങനെ സമയം 1:29 നമ്മുടെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ഞാൻ മുൻകൂട്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് ഇനിയിപ്പോ മച്ചാന എവിടെയാടാ പോകണ്ടത്? പള്ളിമുക്ക് കൊണ്ടുപോകുന്നു. ഇവൻ എനിക്ക് ഫുൾ CNG അടിച്ചു തരുന്നു. അല്ലോടാ ദേവി? ടർബോ എനിക്ക് ഇന്ന് ഫുള്ള് CNG അടിച്ചു തരും. പിന്നെ ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്തല്ലേ, നമ്മുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ അടിക്കണം, നീ CNG അടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഇന്നും ടർബോ സ്പോൺസർ ചെയ്യാനാണ്. പിന്നെ ടർബോയില് ഞാൻ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺസ് ഉണ്ട്, പൗച്ച് ഉണ്ട്. പ്രൊമോഷനാണ് ഷൈവി. ടർബോ മോനെ പ്രൊമോഷനാണ്.
ഹെഡ്സെറ്റ് ഉണ്ട്. ഇതൊക്കെ എത്ര രൂപ? 10 രൂപ അല്ലല്ലോ. ഇതൊക്കെ നിസ്സാര റേറ്റ്. കൊച്ചി റൈഡറിന്റെ പേര് പറഞ്ഞാൽ ഇതൊക്കെ നിസ്സാര റേറ്റിന് നിങ്ങൾക്ക് തരും. ഇത് 6 രൂപ, ഇത് ചാർജറിന് 10 രൂപ, ഇത് 12 രൂപ. ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ട്. ഹെഡ്സെറ്റ് 2 രൂപയൊക്കെ ഉള്ളൂ. ഹെഡ്സെറ്റ് ഇതൊക്കെ 2 രൂപ ഉള്ളൂ. 2 രൂപ 3 രൂപ അല്ലടാ. ടർബോന്റെ കട നമുക്ക് ഇന്ന് അടച്ച് പൊളിക്കണം. ടർബോ കൊടുക്കണോട്ടാ കൊച്ചി റൈഡർ വരുമ്പോ. ഓക്കെ, കൊച്ചി റൈഡറിന്റെ പേര് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഡിസ്കൗണ്ട് കിട്ടോട്ടാ. അത് വിഷ്ണുഅമ്പലത്തിന്റെ ഓപ്പോസിറ്റുള്ള കടയാണ്. ആദ്യം വന്നവർക്ക് മാത്രം കിട്ടുള്ളൂ, പിന്നെ പിന്നീട് വന്നവർക്ക് കിട്ടൂലട്ടാ. ഷൈബി കട കൂട്ടി പോയിട്ടുണ്ടാവും. 4 മണിക്ക് ഇറങ്ങാൻ വേണ്ടി വെച്ചാണ്. ഫസ്റ്റത്തെ ഓട്ടം നമ്മുടെ ടർബോ തന്നെ തന്നിരിക്കുന്നു. നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോകണം. അവിടെ പോയി തിരിച്ചു വരുമ്പോൾ 3:30-4 മണിയാവും. എന്തായാലും അവന് ഒരു 5-6 ഡിസ്പ്ലേയുടെ വർക്ക് വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അതെല്ലാം ചെയ്യണം. കാറിൽ വെച്ചേക്കണ പോലത്തെ മൊബൈൽ ഹോൾഡർ ആരോ കമന്റ് അടിച്ചായിരുന്നു. ആ സാധനവും അതിന്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞുതരോടാ. ടർബോനെ വിളിച്ചാൽ മതി. ടർബോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കോൾ ചെയ്യേണ്ട, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറയണത്. തിരക്കായിരിക്കും കേട്ടാ. റേറ്റും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ച് കൊറിയർ ചെയ്ത് കൊടുക്കൂലേ? കൊറിയർ ചെയ്ത് കൊടുക്കോട്ടെ. എങ്ങോട്ടേക്കാണെങ്കിലും ഹോൾസെയിലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ചെറിയൊരു ചാർജ് ഇട്ടിട്ട് നിങ്ങൾക്ക് കൊറിയറൊക്കെ ചെയ്തു തരാം. അല്ലടാ, ചെയ്യൂലേ? അങ്ങനെയൊക്കെ ചെയ്തു തരാട്ടാ. ഹോൾസെയിൽ കടയിലുള്ളവരൊക്കെ നൈസായിട്ട് നോക്കിയിട്ടോ. ടർബോ നിങ്ങളെ സഹായിക്കുന്നതാണ്. യൂട്യൂബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് അല്ലടാ വേണ്ടത്. യൂട്യൂബ് കാണിച്ചു കൊടുക്ക്. യൂട്യൂബ് എല്ലാം കിട്ടണ്ട. കൊച്ചി റൈഡറൊക്കെ കാണിച്ചു കൊടുക്കുക. ഈ ഫോണിൽ വരെ നമ്മൾ കൊച്ചി റൈഡർ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകണ. സബ്സ്ക്രൈബ് ചെയ്താ ചേട്ടൻ കാണണ്ട. ടർബോനുണ്ട് നമ്മുടെ വണ്ടിയുടെ അടിയിലില്ലേ, ഇത് കണ്ട ഒരു കൂട്ടം പട്ടിക്കുട്ടന്മാരി ഇടം പിടിച്ച് കിടക്കണേ കേട്ടോ, സുഖിച്ച് കിടക്കണേ. ഷൈബി കുറേ ഉണ്ടല്ലോ അടിയിൽ. എടുക്കാൻ നേരത്തെ എപ്പോഴും വണ്ടിയുടെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കണോടാ, അല്ലെങ്കിൽ പട്ടികൾ ചമ്മന്തിയായി പോകും. ഇറങ്ങി പോടാ പോടാ പോടാ. എല്ലാം പോയി. ഇവിടെ ഒരുത്തൻ കലിപ്പിച്ച് നോക്കണം. എൻ്റെ ഉറക്കം കളഞ്ഞില്ലടാ തെണ്ടിന്ന്. ഗൈസ്, അപ്പം നമ്മ ഇവന് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോകണേണ്ട ടർബോന്റെ വക ഇന്ന് CNG അടിക്കും. ടർബോനെ എന്നാലേ ഞാൻ കറക്കാൻ കൊണ്ടുപോകും. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റോക്ക് എടുത്തിട്ട് ഊബർ ലൈഫ് നമുക്ക് തുടങ്ങാം. ടാക്സി ലൈഫ് മോളം കിട്ടല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ CNG അടിക്കാൻ വേണ്ടി തോപ്പമ്പടി പമ്പി വന്നേക്കുന്നുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, ഇവിടെ CNG ഉണ്ട്. എന്താ ചെയ്യുക? ഇങ്ങനെ 2 ദിവസം നമുക്ക് ഇവിടെ നിന്ന് CNG കിട്ടിയിട്ടാ. അങ്ങനെ ഇവിടെ ഉണ്ടാകാറില്ല CNG. എന്തോ ലക്കാണ്. ടർബോ ഇങ്ങനെ വേണ്ട 508 രൂപ 62 പൈസ ഉണ്ടാ കാണിച്ചത്. അവനെന്തെന്നറിയോ, കറക്റ്റായിട്ട് ഗൂഗിൾ പേയിൽ 508 രൂപ 62 പൈസ അടിച്ചിട്ടാ. അപ്പൊ ആ ചേട്ടൻ ചിരിക്കണ്. ടർബോനോടാണ് കളി. യൂറിൻ പാസ് ചെയ്തിട്ട് പോവാം. താക്കോലൊക്കെ ഇട്ട് പൂട്ടി വെച്ചേക്കണേട്ടാ. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു താക്കോലൊക്കെ എവിടെയെന്ന് ചോദിച്ചു. താക്കോല അവിടെ തന്നെ കൊണ്ട് ഏൽപ്പിച്ചേക്കാം ആ ചേട്ടന്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞേ, ഞങ്ങൾ ടാക്സിക്കാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ ടോയ്ലറ്റൊക്കെ നിങ്ങൾ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്രൂപ്പിലിട്ട് നാറ്റിക്കോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇല്ലടാ, അത് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ കയറി അനാവശ്യം കാണിക്കണ്ടെന്ന് പറഞ്ഞു. പള്ളിമുക്കിൽ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ടാക്സി ഓടി എല്ലായിടത്തും നല്ല ഫുഡുകൾ കാണാറുണ്ട്. ഇവിടെ നല്ല ഫുഡാണ്, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇതാണ് ക്യാൻറ്റീൻ. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഈ സ്ഥലം മനസ്സിലായില്ലേ, നമ്മുടെ പള്ളിമുക്കിന്ന് ഇലക്ട്രോണിക് സ്ട്രീറ്റിൻ്റെ സൈഡിൽ ഷിപ്പ് യാർഡിൻ്റെയൊക്കെ അവിടെ ആയിട്ടാ ഈ സ്ഥലം. അടിപൊളി ക്യാൻറ്റീനാണ്. 10 രൂപ ഡീസൽ 510 അല്ലേ? പിന്നെ 2 ഊണ് അല്ലേ? 2 ഊണ് കൂട്ടണ്ട, 1 ഊണ്. ടർബോനെ നമ്മ പിരിയണേണ്ട ഗൈസ്. ഒരു ജിമിട്ടം ബിലോപ്പിനെ കിട്ടി ഗൈസ്, ടർബോ കിട്ടിയില്ല ഗൈസ്. എപ്പോഴും ഈ മാറ്റി നോക്കുമ്പോൾ വേണ്ട അപ്പുറത്തെ 2 സ്ഥലത്തും വിനയൽ മാറ്റിൻ്റെ മേളിൽ ഇങ്ങനെ ഈർപ്പം തട്ടിക്കിടക്കും. അതെല്ലാവരുടെയും വണ്ടിയിലുണ്ടാവും. ഇതെന്താണത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണോടാ. ആണോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയ ചെറിയൊരു സ്റ്റിക്കറാണ്. പീസ് വണ്ടി ഓടാനുള്ള കണ്ടീഷൻ ആക്കിയിട്ടാ, ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം സമയം 3:05 ആയിട്ടാ. ഇന്ന് 4 മണി തൊട്ട് ഓടാൻ വേണ്ടിയുള്ള പ്ലാനിലിരിക്കണായിരുന്നു ഞാൻ.
അങ്ങനെ നമുക്കൊരു പ്രൈവറ്റ് ഓട്ടം കിട്ടിയാണ് കേട്ടോ. 4 മണിക്ക് ഐലൻഡിൽ, അതായത് വില്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു ഓഫീസറിനെ പിക്ക് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പേഴ്സണൽ ഓട്ടമാണ് നമുക്ക് ആദ്യം കിട്ടിയേക്കണം കേട്ടോ. അത് ഒരു കോണ്ടാക്ട്സിൻ്റെ ബേസിൽ വന്ന ഒരു ഓട്ടമാണ്. അപ്പോൾ പുള്ളിക്കാരനെ പിക്ക് ചെയ്യാൻ 4 മണിക്ക് പോകണം. അതിനു മുമ്പ് നമുക്ക് ടർബോനെ കടയിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. ഇപ്പോൾ കറക്റ്റ് 3:05. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് തൃപ്പൂണിത്തറ ചെന്നിട്ടാണ് ഞാൻ ഊബറും ഒലയെല്ലാം ഓപ്പൺ ആക്കാൻ വേണ്ടി പോണേട്ടാ. ആ ഓഫീസറിനെ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് തൃപ്പൂണിത്തറ ഹിൽ പാലസിൻ്റെ അങ്ങോട്ടേക്കാണ് നമുക്ക് കൊണ്ടാക്കേണ്ടത്. 360 രൂപയാണ് ചാർജ് പറഞ്ഞേക്കണത്. അപ്പോൾ ഊബറിൻ്റെ പൈസയാണ് കിട്ടുന്നത്. ടർബോനെ നമ്മൾ കൊണ്ടാക്കി ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ ടർബോ, ടാറ്റ, സി യു. അപ്പോൾ നമുക്കിനി വണ്ടി വളച്ച് നേരെ ഐലൻഡിലേക്ക്. ഗൈസ് ഞാൻ ഐലൻഡിൽ എത്തിയിട്ടാ. മട്ടാഞ്ചേരി വാർഫിൻ്റെ ഫ്രണ്ടിലാണ് കിടക്കണത്. നമുക്കൊന്ന് പുള്ളിക്കാരനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഗൈസ് ഞാൻ സാറിനെ വിളിച്ചായിരുന്നു കേട്ടോ. പുള്ളി പോർട്ട് ട്രസ്റ്റിലേക്ക് വരാനാണ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലേക്ക് വരാനാണ് പറഞ്ഞേക്കണത്. അപ്പം നമുക്ക് പുള്ളിനെ പിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യം നോക്കാം. 4 മണിക്ക് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ്. ഇപ്പോൾ 3:47 നമ്മൾ എന്തായാലും 5 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാ മറ്റേ ലക്ഷദ്വീപിലെ കപ്പലൊക്കെ പോണത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അതിനപ്പുറത്ത് നമുക്ക് കപ്പലൊക്കെ കാണാൻ പറ്റും അറ്റത്ത്. ഗൈസ് അങ്ങനെ നമ്മൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഓഫീസിലെത്തിയിട്ടാ. ഇതാണ് മെയിൻ ഓഫീസ്. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും 4 മണിക്കാണ് വരുള്ളൂ. ഇപ്പോൾ 3:56. എത്തിക്കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് നമുക്ക് വിളിക്കാം എന്തായാലും. ബസ് റൂട്ടാണ്ടത്, ബസ്സൊക്കെ പോകുന്നുണ്ട്, പ്രൈവറ്റ് ബസ്. ഗൈസ് പുള്ളി വലിയൊരു ഓഫീസറാണ്ടാ. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. സീനാണെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി. ഗൈസ് ഞാനപ്പോൾ പുള്ളിനെ കൊണ്ട് ആക്കിയിട്ട് വരാട്ടോ. സാർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മെയിൻ ഓഫീസിൻ്റെ ഉള്ളിലാണ് നിൽക്കണേ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പുറത്തൊന്നും കാണിക്കാത്തത്. നമുക്ക് ഈ ഓഫീസൊന്നും വീഡിയോയിൽ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു, അനുവാദം ചോദിച്ചു, നമുക്കിവിടെ വീഡിയോ എടുക്കാമോന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല, പണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളൊന്നും വീഡിയോ എടുക്കാത്തത്. നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. നിങ്ങൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നോക്ക്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഓഫീസ്. അതിൻ്റെ നടുക്കാണ് ഞാൻ കിടക്കുന്നത്. സാറിപ്പോൾ വരോട്ടാ, വെയിറ്റിങ്ങിലാണ്. ഗൈസ് നമ്മൾ സാറിനെ ഡ്രോപ്പ് അടിച്ചിട്ട് തൃപ്പൂണിത്തറയിൽ ഒരു ഫ്ലാറ്റിലാണ് സാറിനെ ഡ്രോപ്പ് അടിച്ചത്. നല്ല അടിപൊളി മനുഷ്യനായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് രാവിലെ 9 മണിക്കൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ പുള്ളീനെ കോണ്ടാക്ട് ചെയ്യണം, എല്ലാ ദിവസവും ഈ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കറങ്ങിത്തിരിഞ്ഞ് ഈ ഏരിയയിലൊക്കെ രാവിലെ 9 മണിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടൊരു ഓട്ടം കൂടി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സന്തോഷിക്കുവിൻ, ആർമാദിക്കുവിൻ. ഇവിടെ ഒരു ചായക്കട ഫ്ലാറ്റിൻ്റെ അടിയിൽ. നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് കുടിക്കാം. ഇനി നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യട്ടെ കേട്ടോ. 1 മിനിറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ജോയിൻ ചെയ്യാൻ വേണ്ടി പോകണം. ആദ്യം നമ്മൾ ഊബർ ഭഗവാനെ വിളിക്കുക, പിന്നെ ഓല പാർട്ട്ണർ, ഇതാണ് യാത്രി. ഈ 3 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറേ ആപ്പുകളുണ്ട് കേട്ടോ. അതെല്ലാം ആപ്പാവണമെന്ന് എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ അതൊന്നും എടുക്കാത്തത്. ഇത് അപ്ഡേഷൻ വന്ന് നടക്കുന്നുണ്ട്. അന്നേരം നമുക്ക് ഓണാക്കിയിട്ടേക്കാം. ഏതെങ്കിലും വരട്ടെ. ഒരെണ്ണത്തിൽ മാത്രം വിശ്വസിച്ച് എന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ 3-ൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി വിളിച്ച് പുറത്തേക്ക് ഇടട്ടെ, അല്ലെങ്കിൽ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ഓടിക്കും. ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങിടാം. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. തുരുത്തുരു ദേവി വഴികാട്ട് ഇങ്ങോട്ട് പോകാം. ഗൈസ് എനിക്ക് വേറൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി ഗൈസ്. മോണിറ്റൈസ്ഡ് ആയി നമ്മുടെ ചാനൽ. നമ്മുടെ കൊച്ചി റൈഡർ മോണിറ്റൈസ്ഡ് ആയി. കണ്ടാ, എല്ലാത്തിലും മോണിറ്റൈസേഷൻ വന്നേക്കണ. യെസ്, നമ്മൾക്ക് കിട്ടി ഗൈസ്, മോണിറ്റൈസ്ഡ് ആയി. അപ്പോൾ എല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു കേട്ടോ. എൻ്റെ അമ്മോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. 10 ദിവസം കൊണ്ട് 3000 സബ്സ്ക്രൈബേഴ്സിനെയാണ് നമുക്ക് ഒപ്പിക്കാൻ പറ്റിയത്. അത് റണ്ണിങ് ആണ്. ഒരേ മിനിറ്റിലും ഒരേ സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരേ സ്വൈപ്പിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും വളരെ 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 സന്തോഷമുണ്ട്. അയ്യോ, എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്യാം. എല്ലാവരും യൂബറും ഇതൊക്കെ യൂസ് ചെയ്യണല്ലേ. അപ്പോൾ ഓർക്കാപ്പുറത്ത് കൊച്ചി റൈഡറിനെ നിങ്ങൾ കാണും എന്തായാലും. സത്യം പറയാല, ഇറങ്ങി 2 ഡാൻസ് കളിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പം. അടിപൊളി. എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. ഇത് നമ്മുടെ വിജയമാണ്, ഡ്രൈവർമാരുടെ വിജയം. യെസ്. പിന്നെ ടാക്സി സഹോദരന്മാരോടും ഓൺലൈൻ സഹോദരന്മാരോടും പിന്നെ എന്ത് വണ്ടി ഓടിക്കണ
എല്ലാ മച്ചാന്മാരോടും നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്ത് ഞാനൊരു വീഡിയോയിലേക്ക് അവതരിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കിപ്പോൾ ഇത്രയും കാഴ്ചക്കാരുണ്ട്, അപ്പോൾ നമുക്കത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്യാം, എവിടെയെങ്കിലും വെച്ച് കാണാം. ഞാൻ എന്തായാലും കൊച്ചി റൈഡറിന് സ്റ്റിക്കർ അടിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സ്റ്റിക്കർ ആയിരിക്കും, വലിയ സ്റ്റിക്കർ അടിച്ച് വെറുപ്പിക്കണില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം സെറ്റാക്ക്. പിന്നെ ബാക്കിലും നമുക്ക് ഒരു കൊച്ചി റൈഡറിന് എഴുതിയിട്ട് ഒരു യൂട്യൂബിൻ്റെ ഒരു സംഭവം കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ അത് അടുത്ത ആഴ്ച സെറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാം. എന്തായാലും വളരെ താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. എൻ്റെ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക്, കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ലൈവായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും കൊച്ചിയിൽ വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഗൈസ്, എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വന്ന കുറച്ച് കമൻസ് നമുക്ക് ഇപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കണല്ലോ, എന്തായാലും വായിക്കാം. മറ്റേതാണ് ഏത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ, ആ ചേച്ചി ഓടി വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടില്ലേ, അതിൻ്റെ അടിയിൽ വന്ന കമൻസ് ആണ്ടാ. ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാണ് ബ്രോ. ഭക്ഷണം മാക്സിമം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കൂ, പല സ്ഥലത്ത് നിന്ന് കഴിച്ച് വയറ് പണി കിട്ടിയാൽ ബുദ്ധിമുട്ടാകും. ബ്രോ, എനിക്കത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും മഴയത്ത് നമ്മൾ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ഇടണത്. അത് എവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഫുഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഇതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കയറണ കസ്റ്റമേഴ്സിന് ഭയങ്കര, ഇപ്പം മീൻകറിയും ബീഫ് അങ്ങനത്തെ അതൊക്കെ ആണെങ്കിലും സ്മെല്ലടിക്കും. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സ്മെല്ലായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മാക്സിമം പുറത്തുനിന്ന് ഫുഡ് അടിച്ചത്. ശരിക്കും പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് വയറിന്. വയറ് വീർത്ത് വന്നിട്ട് നമുക്കത് വർക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. വൈകാതെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതാണ് ബ്രോ, സീൻ അതാണ്. പിന്നെ എങ്ങനെ കഴിക്കാനാണ് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു, നമുക്കറിയില്ല, വേറെ കസ്റ്റമർക്ക് അറിയാൻ പറ്റും. ചെറിയൊരു ഈ ചോറൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് മറിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു എട്ടങ്ങേറായിരിക്കും കാറിൽ. ബ്രോയുടെ സംസാരം അടിപൊളി, നല്ല പോസിറ്റീവ് എനർജി. താങ്ക് യു ബ്രോ. ഷസാം ബ്രോ ആണ് പറഞ്ഞേക്കണത്. താങ്ക്സ് ബ്രോ. പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, സ്നേഹം മാത്രം. ലവ് ഫ്രം മലേഷ്യ. ലബേഷ് കൊല്ലം മലേഷ്യയിലിരുന്ന് കാണുന്ന വീഡിയോ ആണെന്നാണ് പറയുന്നത്. ലബേഷ് ബ്രോ, താങ്ക് യു സോ മച്ച്. ലവ് ഫ്രം കൊച്ചി. ഹായ് ബ്രോ, വിൻഡോ ഫോഗ് പോലെ കാണുന്നത് താങ്കളുടെ AC-യുടെ കൂളിംഗ് ആ ഭാഗത്ത് അടിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഖത്തറിൽ ആണ്, യൂബർ 10 വർഷമായി ഓടിക്കുന്നു. ഓക്കെ ബ്രോ, ശരിയാണ്, ഞാൻ അങ്ങോട്ട് തിരിച്ചു വെക്കാറുണ്ടായിരുന്നു, അതാണെന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. താങ്ക്സ് ബ്രോ. യാസിൻ ബ്രോ. ബെൻഹർ സൂപ്പർ, മറ്റേ കയ്യാണ്ടോ വെച്ചാണ്. ഓക്കെ, താങ്ക് യു ബ്രോ. ബെൻഹർ ബ്രോ ചങ്കേ. അൻസുഗീത, കൊച്ചിയിൽ വരുമ്പോൾ കാണാം ബ്രോ. തീർച്ചയായിട്ടും കൊച്ചിയിൽ വരുമ്പോൾ എന്നെ വിളിച്ചോ, നമുക്ക് കറങ്ങാം. ദിനേശ് AV, ചേട്ടാ ഷോറൂമിൽ സർവീസ് ചെയ്യുന്നതല്ലേ നല്ലത്? ഷോറൂമിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെയ്ജോനെ പറ്റി പറയാനാണെങ്കിൽ സ്റ്റാഫുകൾ തമ്മിൽ അവിടെ എന്തോ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്തൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എന്നെ നോക്കിയത് ഗോകുൽ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയായിരുന്നു കേട്ടോ. പുള്ളി കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഗോകുലിനെ വിളിച്ചാൽ മതി. ഗോകുലിൻ്റെ നമ്പർ ഞാൻ കൊടുക്കണമെന്നില്ല, കാരണം അവൻ്റെ അടുത്തൊരു അനുവാദം മേടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കണില്ല. നിങ്ങൾ മൈജോ ചെന്നിട്ട് ഗോകുലിനെ കാണണമെന്ന് പറഞ്ഞാൽ മതി. പുള്ളി അടിപൊളിയായിട്ട് ഡീൽ ചെയ്യും കേട്ടോ ഗോകുൽ. ഓവർ ഡ്യൂറേഷൻ വീഡിയോ ഇട്ടാൽ 70% ആൾക്കാർ സ്കിപ്പ് ചെയ്തിട്ടേ കാണും. അത് നമുക്ക് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്താൽ ബ്രോ. ഇപ്പോൾ ഒരു 43 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇട്ടതേ. അപ്പോൾ അതിന് വന്നേക്കണ ഒരു കമൻറ്റാണ്, ഫുട്ബോൾ ഷോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു മച്ചാനാണ് അടിച്ചേക്കണത്. ഞാനതൊരു ടെസ്റ്റിന് വേണ്ടി ഇട്ടതാണ്. നമ്മുടെ വീഡിയോ അങ്ങനെ ഇരുന്ന് ആൾക്കാർ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇട്ടതാണ്. ഇനി ഇടില്ല കേട്ടോ, സോറി. പമ്പിൽ ഞാൻ മുന്നേ കിടപ്പായിരുന്നു ബ്രോ. പമ്പിലല്ലേ? ഞാനും പമ്പിലുണ്ടാവും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഞാൻ ഇപ്പോൾ ആ സ്റ്റിക്കർ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. നമുക്ക് എല്ലാവരും വ്ളോഗിൽ ഞാൻ വരുത്താം, എല്ലാവരും ഞാൻ ഫേമസ് ആക്കും. ഒരു ഇന്നോവ എടുത്താലോ? എടുക്ക് ബ്രോ, എന്തിനു പേടിക്കണം, എടുക്ക്, പേടിക്കണ്ട. ആരും പറഞ്ഞു തരാനുണ്ടാവില്ല.
എടുക്കണ്ട എന്നൊക്കെ പറയാൻ പലരും ഉണ്ടാവും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് ഇന്ന രൂപ എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് എത്തിക്കണം. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഇല്ല. ഹൈ ബോർ എന്നാണ് പുള്ളി അടിച്ചാണ്. ചിലപ്പോൾ ഹൈ ബ്രോ എന്നായിരിക്കും അരവിന്ദ് ബ്രോ ഉദ്ദേശിച്ചത്. ഞാനപ്പോൾ കമൻ്റ് അടിച്ചിട്ടുണ്ട്, ബോറല്ല ബ്രോ എന്ന് പറഞ്ഞിട്ട്. മച്ചാനെ താങ്ക് യു. മഹേഷ് ചന്ദ്രൻ ലവ് തിരിച്ചുണ്ട് മച്ചാനെ. ഫസ്റ്റ് അടിച്ചേക്കണ റിക്കിയാണ്ട ഇതിൽ കമൻ്റ് അടിച്ചാണ്. റിക്കി ബ്രോ ലവ് യു മുത്തേ. സൊഡി സിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മച്ചാൻ അടിച്ചിട്ടുണ്ട്. ഹായ് ബ്രോ. അപ്പോൾ മച്ചാൻ അവർ ഇത്ര നേരം 30 മിനിറ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് വന്ന കമൻസ് ആട്ടാ ഞാനിപ്പോൾ വായിച്ചത്. കണ്ടോ വീഡിയോസ് എല്ലാം മോണിറ്റൈസ്ഡ് ആയിട്ടാ. ഇനി എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് യൂബർ ഓടിയിട്ടൊന്നും കിട്ടല്ല. ഇനി യൂട്യൂബ് വഴി നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ ഗൈസ്. ഒരു ഓട്ടം കിട്ടി 330 രൂപയാണ് എൻ്റെ. 330 രൂപയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കൊണ്ട് ഇട്ടേക്കണ ഒരു പട്ടിക്കാടിലാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഒരു അടിയൊന്നും മഞ്ഞൊന്നുമില്ല. തൃപ്പൂണിത്തറയിൽ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം പോലും ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനെ നീക്കി ഒതുക്കിയിട്ടത്. അപ്പോൾ ഇവിടെ ഒരു അടി പോലും ഇല്ല സത്യത്തിൽ. അത്യാവശ്യം നല്ല മഴയുണ്ട്. നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് മറ്റേ പേട്ട സൈഡിലോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. അടിയില്ലായിരുന്നെങ്കിലും ഞാൻ കമൻസ് വായിച്ച് എൻ്റെ കുറേ സമയം കളഞ്ഞിട്ടാ. അടിയെന്ന് ഉദ്ദേശിക്കണത് ഇതിൽ ട്രിപ്പ് വരാത്തതിനെ പറയാം. ട്രിപ്പിൻ്റെ സീനല്ല നോക്കി ഞാൻ കമൻസ് വായിച്ചിരുന്ന് സമയം പോയി അറിഞ്ഞില്ല ഗൈസ്. നമുക്കിനി കുറച്ചെങ്കിലും ഓടണ്ടേ, അല്ലെങ്കിൽ കമൻസ് വായിച്ച് ഞാനിരുന്നു പോകും. എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങൾ ഇത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലട്ടാ. എന്തോരം പേരാണ് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. എന്തായാലും വളരെ 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 നന്ദിയുണ്ട് മച്ചാന്മാരെ. അയ്യോ ഞാൻ പോട്ടെ. ഞാനിപ്പോൾ 5 മണിക്ക് എന്തോ വന്ന് കിടക്കണേ. ഞാൻ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് കമൻസ് ഇരുന്ന് വായിച്ച് എൻ്റെ പൊന്നോ പൊളിച്ചിട്ടുണ്ട്. കൊച്ചി റൈഡർ നീ പൊളിയാണ്. ഇവിടെ സൈഡിലൊരു ചേച്ചി ഉണ്ട് കേട്ടോ. ആ ചേച്ചി ലോട്ടറി വിൽക്കാൻ നടക്കുകയാണ് വൈറ്റിലേൽ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മുഖമൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരിക്കണേണ്ട. ആ ചേച്ചീൻ്റെ അടുത്ത് ലോട്ടറി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഗിക്കൊണ്ടൊരു പോക്കുണ്ട് മോനെ. ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ആ ചേച്ചീനെ വെറുതെ നാട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. ആ ചേച്ചി ഇങ്ങനെ പറയും, എന്തിനാ മോനെ ഒരെണ്ണം എടുക്കും മോനെ എന്ന് പറയും. ഞാൻ പറയും പൈസ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ടാണ്, ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല. പിന്നെ നമ്മ എങ്ങനെ മേടിക്കാനാണ് കേസ്. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് തിരിച്ചിട്ട് എൻ്റെ അമ്മോ പിറുറുക്കി, അതായത് ഒടുക്കത്തെ പ്രാക്കാണെന്ന് തോന്നുന്നു പ്രാക്കിയിട്ട് പോണ്. ചേച്ചി അങ്ങോട്ട് പോയി. ആദ്യം സ്നേഹത്തോടെ പറയും കേട്ടോ, എന്ന് പറഞ്ഞാൽ മേടിക്കും മോനെ എന്ന് പറയും. വൈറ്റിലേൽ ഓടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ കണ്ടിട്ടേക്ക് ഒന്ന് കമൻറ്റ് അടിക്കണോടാ. മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രാക്ക് എന്ന് പറഞ്ഞാൽ 1.5 പ്രാക്ക് കിട്ടും ആ ചേച്ചി. ഗൈസ് ഈ ജീപ്പ് കിടക്കണ നോക്കി ഗൈസ്. എൻ്റെ പൊന്നെ ഗുജറാത്ത് രജിസ്ട്രേഷൻ ഉണ്ടോ. വണ്ടി എന്താ മാർബിളാ, അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ, വേറെ ലെവല്. നമ്മളിപ്പോൾ വൈറ്റിലെത്തിയിട്ടാ. വൈറ്റില ജംഗ്ഷനിലാണ്. ഒരു അടി പോലും വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ കിടന്നിട്ട് തൃപ്പൂണിത്തറേൻ്റെ അവിടെ നിന്ന് കൊണ്ടാക്കിയിട്ട് ഒരു അടി പോലും വന്നില്ല. ഞാനിപ്പോൾ വൈറ്റിലേൽ നമ്മുടെ പനമ്പള്ളി നഗറിലേക്ക് പോണേ. അവിടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വരുമായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോണേ. അതുമല്ല അവിടെ ഭയങ്കര ശാന്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനമ്പള്ളി നഗറിൽ കൊണ്ട് വണ്ടിയിടാൻ. ഞാനെപ്പോഴും പനമ്പള്ളി നഗറിലുണ്ടാവും. പൾപ്പ് ഫാക്ടറിയുടെ ഒക്കെ സൈഡിലായിട്ടൊക്കെ ഉണ്ടാവും. അടിപൊളിയാണ്. എന്നിട്ട് ടർബോനെ കൊണ്ട് അടുപ്പിച്ച CNG ചേട്ടാ. പാവം ഉണ്ടാ ടർബോ. നിങ്ങളെല്ലാവരും കൊച്ചിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മച്ചാൻ്റെ അടുത്ത് കൊണ്ടായി മൊബൈലൊക്കെ ശരിയാക്കിട്ടാ. അവൻ അടിപൊളി മെമ്പറാണ് കൈസ്. അങ്ങനെ ഞാൻ പനമ്പള്ളി നഗറിൽ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അവിടെ വന്ന് അടിയൊക്കെ കുറവാണ് കൈസ്, മീൻസ് ഓട്ടം കുറവാണ്. പിന്നെ അത് ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടോ. അത് കണ്ടപ്പോൾ കുറച്ച് ഡെസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്പല്ല കേട്ടോ. അതേ എവിടെ പോയാ പുള്ളി? പുള്ളി ഡിലീറ്റ് ആക്കി. അല്ല അതെ, ഒറ്റൊരു നെഗറ്റീവ് കമൻ്റാണ് എനിക്ക് വന്നേക്കുന്നത്. അറുബോറെന്നു എന്താണ് ഷൈൻ നാരായണനാ അങ്ങനെ എന്തോ ഒരു നനൻ എനിക്ക് അറുബോർ എന്ന് പറഞ്ഞ മെസ്സേജ് അല്ല കേട്ടാ. ആ വീഡിയോയിൽ കമൻ്റ് ഇട്ട് ഇത്ര നല്ല കമൻറ്റ്സ് വന്നിട്ട് ഒരു നെഗറ്റീവ് കമൻ്റ് ആട്ടാ. ഈ ഷൈൻ എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് ഫസ്റ്റ് വന്നേക്കണത്. അടിപൊളി. എന്തായാലും മച്ചാന ഞാൻ നമിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ട മച്ചാനാണ് അത്. എന്തായാലും ഇല്ലേ 99 പേരും നല്ലത് പറഞ്ഞിട്ട് ഒരാൾ ചീത്ത പറയണം എന്നാണ് ശരിക്കും. അപ്പം അതുകൊണ്ട്
പുള്ളിക്കാരൻ നല്ലത് മാത്രം വരട്ടെ, അല്ലെ നല്ലത് മാത്രം വരട്ടെ. അടിപൊളി. എന്തായാലും കുഴപ്പമില്ല. അർബോറാണെങ്കിൽ ബ്രോ വീഡിയോ കണ്ടതിൽ വളരെ വളരെ നന്ദി. എന്തായാലും കണ്ടതിന് ശേഷമുള്ള അർബോർ എന്ന് പറഞ്ഞത്. എന്തായാലും താങ്ക് യു മച്ചാ. ഇപ്പോൾ വന്നേട്ടാ 1 minute ഒക്കെ. ഹായ് ബ്രോ, നൈസ് വീഡിയോ, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. മുഖം കൂടി കാണിക്കാൻ കേട്ടോ. ഫേസൊക്കെ നമ്മൾ വൈകാതെ റിവീൽ ചെയ്യും മച്ചാനെ. കൂടെ തന്നെ ഉണ്ട് ഇങ്ങനത്തെ ഒരേ നണന്മാർ. വീഡിയോ എന്ന് പറയുമ്പോൾ മനസ്സൊന്ന് പെട്ടയും, അപ്പോൾ നമുക്ക് കുറച്ച് ഡൗൺ ആവും. പക്ഷെ നിങ്ങളുടെ മെസ്സേജും ഇതൊക്കെ കാണുമ്പോൾ സംഭവം സെറ്റാവൂടാ. ഈ നണന്മാരെന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കണമെന്ന് എനിക്കറിയില്ല. നമുക്കതൊന്നും ഏക്കൂല, രോമത്തിൽ പോലെ ഏക്കൂല. അത് നണൻ ചേട്ടൻ ഓർക്കണം കേട്ടോ, നണൻ. എന്തായാലും പുള്ളി എന്തായാലും വീഡിയോ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. പുള്ളി ഇരുന്ന് കണ്ട് നെഗറ്റീവ് അടിക്കട്ടെ. എനിക്ക് നല്ലതാണ് പുള്ളി ഇരുന്ന് കണ്ട് നെഗറ്റീവ് അടിച്ചാൽ. ടീമേ മുണ്ടംവേലിയിലാണോ വീട്? ബ്രോ മുണ്ടംവേലിയിൽ നിന്ന് ജസ്റ്റ് ഒരു 1.5 kilometer അപ്പുറത്താണ്. മുണ്ടംവേലിയിലൊക്കെ നമ്മുടെ കസിൻസൊക്കെ ഉണ്ട്. അടിപൊളി ഗൈസ്. നിങ്ങൾ കണ്ടല്ലേ ഒരു ഓട്ടം പോലും വന്നിട്ടില്ലടാ. പിന്നെ ഓൺലൈനിലാണ്, എല്ലാം ഓൺലൈനിൽ തന്നെയാണ് ഞാൻ. പിന്നെ നമുക്കിപ്പോൾ കമൻസ് വായിച്ചിരിക്കാനൊരു ഹോബി ആയിട്ടുണ്ട്. അതെന്നുള്ളത് കൊണ്ട് സമയം പോകണം അറിയില്ല കേട്ടോ. അപ്പോൾ പോസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കമൻസ് വായിച്ചിരിക്കാം. എല്ലാവർക്കും ഞാനിങ്ങനെ റിപ്ലൈ കൊടുക്കും കേട്ടോ. എന്തിനാ വെറുതെ ഷോ കാണിച്ചിരിക്കണം? ആകെ കുറച്ച് ദിവസം ജീവിക്കുള്ളൂ. ആ ജീവിക്കണത് നമ്മൾ ഷോ കാണിച്ച് ജീവിക്കണവരൊക്കെ എന്തിന് ഇങ്ങനെ ഷോ കാണിച്ച് ജീവിക്കണം? ഒരു ആവശ്യമില്ല. നമുക്കങ്ങനെ ഹാപ്പി ആയിട്ട് പോകാൻ മച്ചാന്മാരെ. ഗൈസ്, ഇന്നലെ ഞാനൊരു തട്ട് പറഞ്ഞില്ലേ മറ്റേ സത്താറിൻ്റെ ഫ്രണ്ടിൽ, അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കണല്ലോ കേട്ടാ. രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റാവും. ഇപ്പോൾ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, മുട്ടയും നോക്കി. കുറച്ചും കൂടി കഴിയട്ടെ. അതേ ചേച്ചി വന്നു. ഈ ചേച്ചി കണ്ട ദോശക്കട, അടിപ്പം കടയും. മുട്ട ദോശ. വെറൈറ്റി കുറേ മുട്ട ദോശകളൊക്കെ ഉണ്ടാവും ഇവിടെ. നമുക്കിപ്പോൾ കഴിക്കാൻ ഇനി ഒരു സെറ്റ് ചെയ്ത് വരുമ്പോൾ സമയവും. നമുക്ക് അതിനെക്കാട്ടും നല്ലത് നൈസായിട്ട് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. ഗൈസ്, എയർപോർട്ടിലേക്ക് എനിക്കൊരു ഓട്ടം കിട്ടി. പുള്ളി വിളിച്ചിട്ട് നേവൽ ബേസ് ഗേറ്റിലേക്ക് വരാനാണ് പറയണത്. പക്ഷേ ഇതിൽ ലൊക്കേഷൻ കൊടുത്തേക്കണത് ഇവിടെയാണ്, മലബാർ ഗേറ്റിലേക്ക് വരാനാണ് പറയണത്. എവിടെയാണെന്ന് ഒരു പിടുത്തവും കിട്ടണട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണ പുള്ളിനാണ്. ബാക്കി വരും കാഴ്ചകളിൽ പറയാട്ടാ. ഗൈസ്, ഒരു ഹിന്ദിക്കാരനാണ് ഇന്നലെ കിട്ടിയ പോലെ തന്നെ നമ്മൾ പോയി നിന്ന സ്ഥലത്ത് ഒരു ഹിന്ദിക്കാരൻ തന്നെ കയറിയേക്കണേ. നേവൽ ബേസിൽ നിന്ന് ഉള്ള ഒരു ടീമാണ് കയറിയേക്കണേ കേട്ടോ. കയറിയിട്ടില്ല, പുള്ളി മലബാറിലുണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മ ഒന്ന് കണ്ടുപിടിക്കണം. മലബാർ ഗേറ്റ് എവിടെയാണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. പുള്ളിക്ക് 9:00 ഫ്ലൈറ്റ് ആണെന്നൊക്കെ പറയണ്ടോ. 9:00 ഫ്ലൈറ്റിൽ എങ്ങനെ എത്താനാണ്? ചേട്ടാ, മലബാർ ഗേറ്റ് എവിടെ? മലബാർ ഗേറ്റ് ലെഫ്റ്റിലാണോ? ഓക്കെ ഗൈസ്, എന്നെ സെക്കൻഡ് സബ്സ്ക്രൈബർ കണ്ടുപിടിച്ചിരിക്കുന്നു. താങ്ക്സ് ബ്രോ. പേരെന്താ? അശ്വിൻ അല്ലേ? ഓക്കെ ബ്രോ. ഗൈസ്, നമുക്ക് ആരാധകരായിട്ടാ. അടിപൊളി. കഥ പറഞ്ഞുതരാടാ, കുറച്ച് കഥ പറയാനുണ്ട്. അടിപൊളി ഗൈസ്. ആ എയർപോർട്ടിലേക്കുള്ള ഓട്ടത്തിന്റെ കഥ ഞാൻ പറഞ്ഞുതരാട്ടാ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഹിന്ദിക്കാരനാണ്. കറക്റ്റ് 9:30 മണിക്കാണ് പുള്ളിയുടെ ഫ്ലൈറ്റ്. നമുക്ക് നോക്കി 8:40 ഞാൻ പറഞ്ഞു എങ്ങനെ പോയാലും നമുക്ക് ഐലൻഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്തൂല. 1.5 മണിക്കൂറെങ്കിലും വേണം. നല്ല ട്രാഫിക് ആയിരിക്കും ഈ സമയത്ത്. സാറിന് എത്തണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മെട്രോ സ്റ്റേഷനിൽ കൊണ്ടാക്കി തരാം. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി വിളിച്ച് പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ആലുവരെ എത്താൻ തന്നെ എങ്ങനെ വന്നാലും 3/4 മണിക്കൂർ ഓടിക്കും. പുള്ളിയുടെ ഫ്ലൈറ്റ് എന്തായാലും മിസ് ചെയ്യും. എനിക്ക് വേണമെങ്കിൽ പുള്ളീനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഫ്ലൈറ്റ് മിസ്സായി പൈസ മേടിച്ച് പോക്കറ്റിട്ട് ഇങ്ങോട്ട് പോരാം. പക്ഷെ നമ്മളങ്ങനെ ചെയ്തില്ലടാ. കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഭാഗ്യം പോലെ ഇരിക്കും പുള്ളിയുടെ. ഒരു ഹിന്ദിക്കാരനായിരുന്നു പുള്ളി. ഇംഗ്ലീഷിൽ പറഞ്ഞ് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എയർപോർട്ടോട്ടം പോയി. ചെറിയൊരു ഒലയുടെ ഓട്ടം ഉണ്ടോ വന്നത്. പിന്നെ അതേ ഒരു മച്ചാനെ കിട്ടിയിടാ. ഞാൻ പുള്ളി ഇറങ്ങി ഓടിക്കളഞ്ഞു. അതെ അടുത്തടി വന്നിട്ടാ. ഷണൈസിൽ നിന്ന് കലൂരിലേക്കാണ്. അത് ഞാൻ ഇപ്പം എടുക്കാനുള്ള കേസ്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകണേണ്. പള്ളുരുത്തിലേക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ മറ്റേ ഹിന്ദിക്കാരൻ എനിക്ക് ഇവിടം വരെ ഉണ്ടാക്കിയ പൈസ പോലും തരാതെ പോയി കളഞ്ഞു. പിന്നെ ഞാൻ പുറകെ പോയിട്ട് എനിക്ക് പൈസ ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. ഐഡിയ പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് പോയി പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടെന്ന് വെച്ചട്ടെ പുള്ളി ഇറങ്ങി അങ്ങോട്ട് പോയി കളഞ്ഞു.
ഞാൻ എന്നിട്ട് ചെന്ന് മേടിച്ച് അതിലൊരു 310 റുപ്പീസ് എനിക്ക് കിട്ടിയിട്ട് ഇന്ന് മൊത്തം 600 രൂപ ഞാൻ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ സമയം 8:30 ഇപ്പോൾ ഒരു അടി വന്ന് എനിക്ക് എടുക്കാമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊന്ന് പള്ളുരുത്തി നമ്മുടെ ടർബോൻ്റെ അങ്ങോട്ടേക്ക് പോകണം. ടർബോക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ടർബോനെ ഒന്ന് പെട്ടെന്ന് പോയി മീറ്റ് ചെയ്യണം. അപ്പം ടർബോ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, അത്യാവശ്യമാണ്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്തുണ്ടെങ്കിലും മാറ്റി വെക്ക്, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തോ ഒരു വള്ളി അവൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ടർബോൻ്റെ അടുത്തേക്ക് പോകണേന്. ചിലപ്പോൾ വല്ല ബിരിയാണി മേടിച്ച് തരാനായിരിക്കോട്ടെ. ഏതോ നമ്മുടെ 2 സബ്സ്ക്രൈബർ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാശും മേടിക്കാതെ ആ ഹിന്ദിക്കാരൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ ഞാൻ ആ ടെൻഷനിൽ പോയപ്പോൾ വേറെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ നിന്ന് വെച്ച് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റേവനല്ലേ ബ്രോ അല്ലേ മറ്റേത് എന്ന് വെച്ച്. ഞാനപ്പോൾ ചിരിച്ചിട്ട് എന്താണ് പറയാന്ന് പറഞ്ഞു. ബ്രോന്റെ വീഡിയോ അല്ലേ ഇത്, എന്നിട്ട് കുരിശ് ഇതൊക്കെ കാണിച്ചു തന്നേക്കണ് വീഡിയോയില്. ഞാൻ പറഞ്ഞ അപ്പൊ തന്നെ ഷൈക്കാൻ കൊടുത്തിട്ട് താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ടെൻഷനിൽ ഞാൻ പ്രതീക്ഷിക്കണില്ലല്ലോ നമ്മ ഇങ്ങനെ സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമെന്ന്. പെട്ടെന്ന് ഓട്ടത്തിന്റെ ഇടയിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ നമ്മ ആദ്യം വായും പൊളിച്ചിരിക്കും. പിന്നെ ഈ 10 ദിവസം കൊണ്ടല്ലേ നമ്മ ഈ ഒരു പ്ലാറ്റ്ഫോം കയറ്റി പിടിച്ചത്. പക്ഷെ കൊച്ചിയിലുള്ള കുറെ പേര് കാണണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാ. എന്തായാലും വളരെ താങ്ക്സ് ഉണ്ട്. നമ്മുടെ ടർബോ വിളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ടർബോന്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് ബാക്കി കഥ അവിടെ നിന്ന് പറയാട്ടാ. ഗൈസ്, എൻ്റെ 2 സബ്സ്ക്രൈബർ നമ്മുടെ ടർബോയിൽ വന്ന് നിൽക്കണ്ടായിരുന്നിട്ടാ. അപ്പോൾ അവർക്ക് മീറ്റ് ചെയ്യണം, ഒരു കാര്യം പറയണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ്ടാ. അവർ മീറ്റ് ചെയ്ത് ഞാൻ അവരോട് ചോദിച്ചു വീഡിയോയിൽ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീഡിയോയിൽ എടുക്കണ്ട ബ്രോ, അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്, മറ്റേ വർഷമാണെന്ന് പറഞ്ഞേട്ടാ. അപ്പം നമുക്ക് വരും വീഡിയോയിൽ തന്നെ അതൊക്കെ ഷെയർ ചെയ്യാട്ടോ. അവർ ആലുവയിലായിരുന്നു, അപ്പം എന്നെ കാണാൻ വേണ്ടി ഇവിടം വരെ വന്നിട്ടാ. എന്തായാലും അവർക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെനിക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും അവർ ആലുവയിൽ നിന്ന് ഇവിടം വരെ എന്നെ കാണാൻ വേണ്ടി വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ടർബോ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല സബ്സ്ക്രൈബറാണെന്ന്. ടർബോ എനിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. കാരണം ഇപ്പം നമ്മളെ സബ്സ്ക്രൈബർമാർ ഇപ്പോൾ കുറേ പേരായി അവിടെ ഇവിടെയൊക്കെ ഇട്ടൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുരിശുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് കേട്ടാ. അപ്പോൾ ഈ സംഭവം നോക്കിയാൽ മതി. എന്തായാലും കൊച്ചി റൈഡർ വരും. പിന്നെ കൊച്ചി റൈഡർ എന്നുള്ള പേര് വൈകാതെ വരും. എന്തായാലും കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോട്ടെ. നമുക്ക് 10 ദിവസം കൊണ്ട് തന്നെ ഇത്ര സ്നേഹം നമുക്ക് പിടിക്കാൻ പറ്റി. 1-2 മറ്റേ കൃമികൾ വന്ന് നെഗറ്റീവ് ഇടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവരിടട്ടെ. എന്തായാലും നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. എന്തായാലും ആ കൃമികളെ നമുക്ക് നമ്മുടെ അതിലേക്ക് വലിച്ചെടുക്കാൻ നോക്കാം മാക്സിമം. സോ ഗൈസ്, എന്തായാലും ഞാൻ ടർബോനെ ഒന്ന് കയറി കാണട്ടെ. ടർബോ പാവട്ടോ, ടർബോ ഒറ്റക്കാണ് ഇവിടെ. ടർബോനൊന്ന് പോയി കണ്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് വരട്ടെ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടർബോ തിരക്കിലാണ്. ടർബോ ഡീലിംഗ്. ഇപ്പൊ പച്ചമാരെ ഞാൻ ഇന്ന് സമ്പാദിച്ചേക്കണ 600 രൂപയാണ്. പിന്നെ ഒരു അടിയും കൂടി എനിക്ക് വന്നായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിന്റെ പുറത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ടർബോ വരാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന് ആ ഒരു ട്രിപ്പ് എടുത്തില്ല. അല്ലെങ്കിൽ 10,000-1000 രൂപ ഒപ്പിക്കേണ്ട സമയമായിട്ടാണ് എനിക്കിപ്പോൾ കേട്ടാ. അപ്പോൾ നല്ലൊരു ദിവസമാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എയർപോർട്ട് ഓട്ടം വന്ന്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഓട്ടമാണ്. ഇപ്പോൾ എയർപോർട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കിയിരുന്നെങ്കിൽ പുള്ളിക്കാരന് ഫ്ലൈറ്റ് നഷ്ടമായി പോവുകയും ചെയ്യും. പുള്ളിക്കാരൻ്റെ ഒരു 1100 രൂപ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടി ചെയ്തില്ല. പുള്ളിക്കാരനെ ഞാൻ സേഫായിട്ട് മെട്രോയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ പുള്ളി അവിടെ എത്തിയില്ലെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഞാൻ എന്തായാലും ട്രാഫിക്കിൽ കിടന്ന് നമുക്ക് എന്തായാലും അവിടെ എത്തിക്കാൻ പറ്റില്ല പുള്ളിക്കാരനെ. മാപ്പിൽ 1.5 മണിക്കൂറാണ് കാണിച്ചത്. അതിൻ്റെ അർത്ഥം എടപ്പള്ളി പാലാരിവട്ടം എല്ലാ സിഗ്നലും ബ്ലോക്ക് ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളീനോട് പറഞ്ഞു ഇങ്ങനെ ഇത്ര ടൈമാണ് കാണിക്കണത്, നിങ്ങൾക്ക് റിസ്ക് എടുക്കണ്ട, മെട്രോയിൽ കയറി പോയിക്കോ. അങ്ങനെ പറഞ്ഞു വിട്ട് സേഫാക്കി മെട്രോയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ദിവസം തീർന്നു. ഇന്നത്തെ എക്സ്പീരിയൻസ് അതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടാക്സി വണ്ടിയിലോ നിങ്ങൾ ഇപ്പോൾ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എത്തിയില്ലാത്ത ഓട്ടം വെറുതെ ഒരാളെ അവിടം വരെ എത്തിച്ചിട്ട് അവരുടെ ഫ്ലൈറ്റ് മിസ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കണ പൈസ ഒരിക്കലും ഗുണം പിടിക്കാത്ത പൈസ ഉണ്ടോ. അപ്പോൾ മച്ചാന്മാരെ മാക്സിമം നല്ലത് ചെയ്താൽ നല്ലത് ദൈവം കൊണ്ടുവന്ന് തരും. അത്ര എനിക്ക് പറയാനുള്ളൂ. അതിൽ ഞാൻ വിശ്വസിക്കണ ഒരുത്തനാണ്. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം കറങ്ങിത്തിരിഞ്ഞ് തലയുക തന്നെ വരും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടെ. ഇനി വലിച്ചീട്ട് കുളമാക്കി പണ്ടാരടക്കണ മാക്സിമം നല്ലത് ചെയ്യാൻ നോക്കുക. നല്ലത് ചെയ്താൽ നല്ലത് വരട്ടെ എന്ന് പറയില്ലേ, ആ സംഭവം കിട്ടട്ടെ.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും കുറേ സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ ഇപ്പോൾ ഇതിലേക്കൂലെ നടന്നൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ദൈവം തിരിഞ്ഞ് നോക്കും, ദൈവം നമ്മുടെ കുരിശ് കണ്ടിട്ട് വരുന്നതാണോ എന്ന്. എന്തായാലും നല്ല ഒരു അടിപൊളി ദിവസമായിരുന്നു. മോണിറ്റൈസ്ഡ് ആയി നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പം അങ്ങനെ കുറേ സന്തോഷങ്ങളുള്ള ദിവസങ്ങളാണ്. ഇനി വരും കണ്ടന്റ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കും. ഡ്രൈവിംഗ് വ്ളോഗ് മാത്രമല്ല, നമുക്ക് പേഴ്സണലായിട്ടുള്ള വേറെ വ്ളോഗും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് കാണാം. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ വ്ളോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ പോവാം. എന്തായാലും ആരെയും വെറുപ്പിക്കാതെ ഞാൻ വ്ളോഗ് ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കൊച്ചി റൈഡറിൻ്റെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് അറിയാം, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇന്നത്തെ കണ്ടന്റ് എന്തായിരുന്നു? നല്ലത് ചെയ്താൽ നല്ലത് വരട്ടെ. ബൈ ബൈ.